സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമലാ ഗോവിന്ദ് എഴുതിയ നോവൽ അധീന തുടരുന്നു. അവതരണം സിന്ധു അശോക്. വേണ്ട, അമ്മ മരിക്കണ്ട. അച്ഛന് എത്ര കടം വന്നാലും സാരമില്ല. എനിക്കെൻ്റെ അമ്മയെ വേണം. അധീനയുടെ മനസ്സ് ശഠിച്ചു. പോകല്ലേമ്മേ, എനിക്കൊന്നുമില്ല മോളൂ എന്ന് പറഞ്ഞ് വെള്ളപ്പുതപ്പ് തട്ടി മാറ്റി അമ്മ എണീറ്റ് വരണേ. അവൾ ഏങ്ങിക്കരഞ്ഞ് പ്രാർത്ഥിച്ചു. രമണേട്ടാ. പന്തലിൻ്റെ ഒരു കോണിൽ ശവം പോലെ ഇരിക്കുന്ന രമണൻ്റെ അടുത്തേക്ക് വന്ന് രേവതിയുടെ ഭർത്താവ് സോമൻ ചോദിച്ചു. ഇനി ആരേലും വരാനുണ്ടോ? കാക്കണോ? ഇനി ആരും വരാനില്ല. രമണൻ്റെ അരികിൽ നിന്നിരുന്ന ശ്രീധരനാണ് ഉത്തരം പറഞ്ഞത്. ഭാനുവിൻ്റെ സഹോദരനാണ് ശ്രീധരൻ. അല്ലേലും രോഗാണു നിറഞ്ഞ ശരീരമല്ലേ, കൂടുതൽ സമയം വെച്ചുകൊണ്ടിരിക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞത്, സോമൻ പറഞ്ഞു. എങ്കിൽ കാര്യങ്ങൾ നടക്കട്ടെ, ശ്രീധരൻ വീണ്ടും പറഞ്ഞു. തെക്കുവശത്ത് കുഞ്ഞപ്പനും കൂട്ടരും കുഴി വെട്ടുന്നുണ്ടായിരുന്നു. അത് തീർന്നോന്ന് നോക്കട്ടെ, എന്നിട്ട് കർമ്മം തുടങ്ങിയാൽ മതി, സോമൻ പറഞ്ഞു. അയാൾ ധൃതിയിൽ തെക്കുവശത്തേക്ക് നീങ്ങി. 15 സെൻറ്റ് പറമ്പാണുള്ളത്. വീടിന് സമീപം നിൽക്കുന്ന വാഴയ്ക്കപ്പുറത്ത് 6 അടി നീളത്തിൽ അധികം താഴ്ചയില്ലാത്ത ഒരു കുഴിയാണ് എടുക്കുന്നത്. വിറക് അടുക്കി വെക്കാൻ മാത്രം ആഴം. നടക്കില്ലെന്ന് ഞാനല്ലേ പറഞ്ഞത്. സോമൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ കുഴി വെട്ടുന്നിടത്ത് ആരോ ശബ്ദമുയർത്തുന്നു. കുഞ്ഞപ്പനും കൂട്ടരും പണി നിർത്തിയിരിക്കുന്നു. എന്താ കുഞ്ഞപ്പ കുഴി തീരാത്തത്? സോമൻ ചെന്നപാടെ ശാസിച്ചു. എങ്ങനെ കുഴി തീർക്കാനാ സോമേട്ട? ഇയാൾ പറയുന്നു ഇവിടെ കുഴിയെടുക്കാനും ശവസംസ്കരിക്കാനും ഒന്നും പറ്റില്ലെന്ന്. കുഞ്ഞപ്പൻ എതിരെ നിൽക്കുന്നവൻ്റെ നേർക്ക് വിരൽ ചൂണ്ടി. അജാനുബാഹുവായ ഒരാൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. കസവുമുണ്ടും കതർ സിൽക്ക് ഷർട്ടുമാണ് വേഷം. കഴുത്തിലും കൈത്തണ്ടയിലും വിരലുകളിലും തടിച്ച സ്വർണ്ണാഭരണങ്ങൾ. അത് പറയാൻ താനാരാ? സോമൻ ചോദിച്ചു. പുന്നൂസ് കറിയ. അയാൾ ചിരിച്ചു. ബ്ലേഡ് പുന്നൂസ് എന്ന് വിളിക്കും. നീ എന്നെ അറിയത്തില്ല, പക്ഷേ നിന്റെ അളിയൻ രമണൻ അറിയും. താൻ കാര്യം പറയടോ. സോമന് പുന്നൂസ് കറിയായുടെ നിൽപ്പും പറച്ചിലും ജാടയും ഇഷ്ടപ്പെട്ടില്ല. ഈ വീടും 15 സെൻറ്റ് സ്ഥലവും എൻ്റെ പേരിൽ ഈട് തന്നിട്ട് രമണൻ എന്നോട് കുറേ കാശ് വാങ്ങിയിട്ടുണ്ട്. മുതലും പലിശയുമായി അതിപ്പോൾ വലിയ തുകയായി. അതുകൊണ്ട് ഞാൻ ഈ വീട് പിടിച്ചെടുക്കുവാണ്. അതിനിടയ്ക്ക് ഇവിടെയിട്ട് ശവം ദഹിപ്പിക്കാൻ പറ്റില്ല, അയാൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. സോമൻ വേഗം തിരിച്ചു നടന്നു രമണൻ്റെ അടുത്തെത്തി. രമണേട്ടാ, ഒരു ബ്ലേഡ് പുന്നൂസ് വന്ന് ബഹളം വെക്കുന്നു. ഈശ്വര, രമണൻ നടുങ്ങിപ്പോയി. സർവ്വവേദനയും ഉള്ളിലടക്കിക്കൊണ്ട് സോമനൊപ്പം രമണൻ കുഴിവെട്ടുന്നിടത്തെത്തി. എന്നിട്ട് പുന്നൂസിൻ്റെ മുമ്പിൽ കൈകൂപ്പി. സാറിൻ്റെ പണം ഞാൻ തന്നു തീർത്തോളാം. ദൈവത്തെ ഓർത്ത് ഈ സമയത്ത് പ്രശ്നമുണ്ടാക്കല്ലേ സാറേ. രൂപ 1ഉം 2ഉം അല്ലടാ, മുതലും പലിശയും കൂടി 10 ലക്ഷമായി. നീ എവിടുന്നെടുത്തിട്ട് തരാനാ? തരാം സാറേ. രമണൻ ഭൂമിയോളം താഴ്ന്ന് കെഞ്ചി. നടക്കില്ലടാ, നീ പറഞ്ഞ അവധി ഒരുപാട് തെറ്റി. അതുകൊണ്ട് ഞാൻ ഈ വീടും പറമ്പും പിടിച്ചെടുക്കുക. ഇവിടെ ഇട്ട് ശവം ദഹിപ്പിച്ചാൽ മറച്ചു വിൽക്കുമ്പോൾ എനിക്ക് ഉദ്ദേശിച്ച വില കിട്ടുകയില്ല. ശവമെടുത്ത് വല്ല ശ്മശാനത്തിലേക്കും കൊണ്ടുപോകാൻ നോക്കടാ, പുന്നൂസ് ആക്രോശിച്ചു. രമണൻ്റെ സകല നിയന്ത്രണവും വിട്ടു. എടാ, അയാൾ പുന്നൂസിൻ്റെ നേർക്ക് കുതിച്ചു. എന്താടാ നീ പറഞ്ഞത്? എൻ്റെ ഭാനുവിനെയും കൊണ്ട് പൊതുശ്മശാനത്തിലേക്ക് പോകാനോ? ഇല്ലടാ, ഞാൻ എങ്ങോട്ടും പോകുന്നില്ലടാ. ക്രുദ്ധനായി നിൽക്കുന്ന ബ്ലേഡ് പുന്നൂസിനെ പിടിച്ചുലച്ചുകൊണ്ട് രമണൻ പ്രാന്തനെ പോലെ അലറി. എല്ലാം നഷ്ടപ്പെട്ടിരിക്കുവാടാ ഞാൻ. എനിക്കിനി ഒന്നും നോക്കാനില്ല. നിന്നെ കൊന്നിട്ടായാലും ഞാൻ അവളെ ഈ മണ്ണിൽ തന്നെ സംസ്കരിക്കും. പുന്നൂസ് അജാനുബാഹുവാണ്. അയാളുടെ അത്ര പൊക്കമോ വണ്ണമോ രമണനില്ല, പക്ഷേ ആരോഗ്യവാനാണ്. രമണനെ സമനില തെറ്റിച്ചത് ബ്ലേഡ് പുന്നൂസിൻ്റെ വാക്കുകളാണ്. കൊല്ലും, ഞാൻ കൊല്ലും. അയാളെ പിടിച്ചുലച്ചുകൊണ്ട് രമണൻ വീണ്ടും പുലമ്പി. വിടടാ, പുന്നൂസ് കുതറി. രമണൻ്റെ പിടുത്തം വിടുവിക്കാൻ വേണ്ടി അയാൾ ആഞ്ഞൊരു ചവിട്ട്. രമണൻ പിന്നോക്കം വീണുപോയി. നീ പുന്നൂസിൻ്റെ മേൽ കൈവയ്ക്കാറായോടാ പട്ടി, വിരൽ ചൂണ്ടിക്കൊണ്ട് അയാൾ ആക്രോശിച്ചു. ഈ സെക്കൻഡിൽ ഇറങ്ങിക്കോണം ഇവിടുന്ന്. നീയും നിന്റെ തള്ളയും പിള്ളേരും. കെട്ടികളുടെ ശവവും കൊണ്ടുപോക്കോണം. അയാൾ ഉറഞ്ഞു തുള്ളി. വീണെടുത്തു നിന്ന് രമണൻ ചാടി എണീറ്റു. ഇല്ലടാ, ഞാൻ പോകില്ലടാ. എൻ്റെ ഭാനുവിനെ ഇവിടെ ദഹിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ നിന്നെ കൊന്ന് ഞാൻ ഈ കുഴിയിലിട്ട് മൂടുമടാ. അയാൾ വിരൽ ചൂണ്ടി അടുത്തു. തെണ്ടി. പുന്നൂസ് വെട്ടിത്തിരിഞ്ഞു രമണൻ്റെ കഴുത്തിൽ പിടുത്തമിട്ടു. കാശ് മേടിച്ച് നക്കി തിന്നിട്ട് അത് തിരിച്ചു ചോദിച്ചപ്പോൾ എന്നെ കൊന്നു കുഴിച്ചു മൂടുമെന്നോ? എങ്കിൽ കുഴിയിലിട്ട് ഞാൻ ദഹിപ്പിക്കുന്നത് നിന്റെ കെട്ടിയോളയല്ലടാ, നിന്നെ തന്നെയാ, ജീവനോടെ. ബ്ലേഡ് പുന്നൂസ് ചീറിക്കൊണ്ട് രമണനെ കുഴിയിലേക്ക് വീഴ്ത്തി. തമ്മിൽ മൽപ്പിടുത്തമായി. സോമനും കുഞ്ഞപ്പനും കൂടി അവരെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല.
എന്താണിവിടെ? ബഹളം ശ്രദ്ധിച്ച് പന്തലിൽ നിന്നിരുന്ന ചിലർ ഓടി വന്നു. അവർ പുന്നൂസിനെ രമണനിൽ നിന്ന് ബലമായി പിടിച്ചു മാറ്റി നിർത്തി. അച്ഛാ! അമ്മയുടെ അടുത്തിരുന്ന അദീനയും ആകെ തകർന്നു ഓടി വന്നു. അച്ഛാ, എണീക്കച്ഛാ! നിലവിളിയോടെ അവൾ കുഴിയിൽ വീണ് കിടന്ന രമണനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. ആയാസപ്പെട്ട് രമണൻ എഴുന്നേറ്റു. എന്താണിത് മിസ്റ്റർ പുന്നൂസ്? ഇതൊരു മരണവീടല്ലേ? നിങ്ങൾ അത് ഓർക്കണ്ടേ? പഞ്ചായത്ത് മെമ്പർ കുന്നുകുഴി ദാസപ്പൻ പുന്നൂസിനെ നേരിട്ടു. മരണവീടാണെന്നും മരിച്ചത് കെട്ടിയോളാണെന്നും ഓർക്കേണ്ടത് ഞാനല്ല, ഇവനാണ്. രോഷത്തോടെ പുന്നൂസ് രമണന്റെ നേർക്ക് വിരൽ ചൂണ്ടി. എന്താ പ്രശ്നം? നിങ്ങൾ അത് പറ. കൂടുതലൊന്നുമില്ല. ഒന്നെങ്കിൽ എന്നോട് ഇവൻ വാങ്ങിയ പണവും പലിശയും ഇപ്പോൾ കിട്ടണം, അല്ലെങ്കിൽ ഇവൻ ഈ നിമിഷം വീടൊഴിഞ്ഞു തരണം. അത്രേ ഉള്ളൂ മെമ്പറെ. വാങ്ങിയ പണം രമണൻ മടക്കിത്തരും പുന്നൂസ്, ദാസപ്പൻ പറഞ്ഞു. എപ്പോൾ? അത് ദാസപ്പനും കൃത്യമായ മറുപടിയില്ല. പണം തന്നില്ലെന്ന് കരുതി ഒരു മരണം നടന്ന വീട്ടിൽ വന്ന് ഇങ്ങനെ പ്രശ്നമുണ്ടാക്കുന്നത് ഔചിത്യമല്ല പുന്നൂസേ, ദാസപ്പൻ തുറന്നു പറഞ്ഞു. ശരിയാ. ചുറ്റും നിന്നവരും അതിനെ അനുകൂലിച്ചു. മെമ്പറെ, രോഷത്തോടെ പുന്നൂസ് ദാസപ്പന്റെ മുൻപിൽ വന്നു. 4-5 മാസം മുമ്പ് മെമ്പർ എന്നോടൊരു 3 ലക്ഷം രൂപ വാങ്ങിയില്ലേ? അതും പലിശയും ഇതുവരെ തന്നിട്ടില്ല. അത് ഔചിത്യമാണോ? മെമ്പർ ദാസപ്പൻ ചൂളിപ്പോയി. അയാൾ തല വലിച്ചു. എങ്കിലും ചുറ്റും കൂടിയവർ പുന്നൂസിനോട് സംസാരിച്ചു. അതിൽ പ്രധാനി അദീനയുടെ സ്കൂളിലെ പ്രിൻസിപ്പലായ ഐസക് തോമസ് ആയിരുന്നു. മരിച്ച സ്ത്രീയുടെ രോഗചികിത്സയ്ക്ക് ഭാരിച്ച ചെലവുണ്ടായിരുന്നു. ഏതാണ്ട് 1500-ലധികം രൂപ ദിവസം പ്രതി മരുന്നിനു വേണ്ടി വന്നു. ശാന്തമായി അദ്ദേഹം തുടർന്നു. അധ്വാനിച്ച് കിട്ടുന്ന പണം പോരാതെ വന്നതുകൊണ്ടാണ് അയാൾ കടം വാങ്ങിയത്. ഇങ്ങനെ ഒരവസ്ഥ ആർക്കും എപ്പോഴും വന്നു ചേരാവുന്നതാണ്. സാറ് കൂടുതൽ പ്രസംഗിക്കേണ്ട, പുന്നൂസ് കർക്കശമായി പറഞ്ഞു. എനിക്കിതുവരെ ഇത്തരം അവസ്ഥ വന്നിട്ടില്ല, അതുകൊണ്ട് എന്നോടിത് പറയണ്ട. ശരി, അക്കാര്യം വിട്. ഐസക് തോമസ് അല്പം കാര്യമായി പറഞ്ഞു. നമ്മൾ രണ്ടാളും ക്രിസ്ത്യാനിയാണ്. നമ്മൾ മരണപ്പെട്ടാൽ അടക്കാൻ പള്ളി സെമിത്തേരിയുമുണ്ട്. അവിടെ കുടുംബ കല്ലറയുണ്ട്. അത് നമ്മുടെ വിശ്വാസവും ആചാരവുമാണ്. അതിന് മൃതശരീരം വീട്ടുവളപ്പിൽ തെക്കുഭാഗത്ത് സംസ്കരിക്കുന്നതാണ് ഹിന്ദുക്കളുടെ ആചാരം. അതിനെ തടസ്സപ്പെടുത്തുന്നത് ഇവർക്ക് വേദനയാണ്, സങ്കടമാണ്. സാറിനിപ്പം എന്തു വേണം? മരിച്ച സ്ത്രീയുടെ ശരീരം ഇവിടെ തന്നെ ദഹിപ്പിക്കാൻ നിങ്ങൾ സമ്മതിക്കണം. സമ്മതിക്കാം, പുന്നൂസ് പറഞ്ഞു. പക്ഷേ ഇവർ തരാനുള്ള പണം സാർ ഏൽക്കണം, എങ്കിൽ സമ്മതം. ഐസക് തോമസ് അന്താളിച്ചുപോയി. അതെങ്ങനെ ഏൽക്കും? രമണൻ തളർന്ന് സോമന്റെ തോളിലേക്ക് ചാരി. ഈശ്വര, 15 സെന്റ് സ്ഥലം തനിക്കുണ്ട്. എന്നിട്ടും ഭാനുവിൻ്റെ ശരീരവും പേറി പൊതുശ്മശാനത്തിലേക്ക് പോകണോ? സാർ, രമണൻ അല്പം കൂടി താണു. ഒരിക്കൽ കൂടി കെഞ്ചാൻ അയാൾ തയ്യാറായി. എന്നോട് ഇത്തിരി കരുണ കാണിക്കണം. എൻ്റെ ഭാനുവിൻ്റെ ശരീരം ഈ മണ്ണിൽ മറവ് ചെയ്യാൻ എനിക്കൊരു 6 അടി മണ്ണ് തരണം. കടം ഞാൻ എത്രയും പെട്ടെന്ന് വീട്ടിക്കൊള്ളാം. ആദ്യം കടം വീട്ടുക, പിന്നെ സംസ്കാരം. ഒട്ടും കരുണയില്ലാതെ അയാൾ പഴയപടി ആവർത്തിച്ചു. കരിങ്കല്ലിൻ്റെ അലിവില്ലാത്ത ആ നിഷ്ഠൂരതയ്ക്ക് മുന്നിൽ 6 അടി മണ്ണിന് വേണ്ടി യാചിച്ചു നിൽക്കുന്ന അച്ഛനെ കെട്ടിപ്പിടിച്ച് അദീന വിങ്ങിപ്പൊട്ടി. ഇനി നമ്മൾ എന്നാ ചെയ്യും അച്ഛാ? അമ്മയും കൊണ്ട് നമ്മൾ എങ്ങോട്ട് പോകും? ഐസക് തോമസ് കരുണയോടെ തൻ്റെ സ്കൂളിലെ ഏറ്റവും മിടുക്കിയായ വിദ്യാർത്ഥിനിയെ നോക്കി. എടാ പുന്നൂസേ! പെട്ടെന്നാണ് ആ സ്ത്രീ ശബ്ദം അവിടെ മുഴങ്ങിയത്. എല്ലാവരും തിരിഞ്ഞു നോക്കി. അത് സാലിയായിരുന്നു, കുടുംബശ്രീ സെക്രട്ടറി. കൂടെ പ്രസിഡന്റ് ശ്യാമള ഉൾപ്പെടെ 4-5 സ്ത്രീകൾ കൂടിയുണ്ട്. തൻ്റെ ഒരു പലിശക്കാശും ഡമ്പും. ഇറങ്ങി പോടോ ഇവിടുന്ന്. തൻ്റെ ഔദാര്യമായി 6 അടി മണ്ണ് വേണ്ടടോ ഞങ്ങൾക്ക്. അല്ലാതെ തന്നെ ഇവിടെ സംസ്കാരം നടത്തും. എന്നാൽ പിന്നെ അതൊന്ന് കാണട്ടെ, പുന്നൂസ് പുച്ഛത്തോടെ പറഞ്ഞു. എടോ, മണ്ണിനടിയിൽ സംസ്കരിക്കാനല്ലേ തൻ്റെ അനുവാദം വേണ്ടൂ? അല്ലാതെ സംസ്കരിച്ചാൽ താൻ എന്തു ചെയ്യും? സാലി ചോദിച്ചു. സ്കറിയ പുന്നൂസിന് ഒന്നും മനസ്സിലായില്ല. രമണനും മനസ്സിലായില്ല. വർഗീസ് അച്ചായ? സാലി തൻ്റെ മൊബൈലിൽ നിന്ന് ഒരു നമ്പറിലേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, കൊണ്ടുപോര്. നിമിഷങ്ങൾക്കുള്ളിൽ രമണൻ്റെ വീട്ടുമുറ്റത്തേക്ക് ആളുകളെ വകഞ്ഞു മാറ്റി ഒരു വിക്രം വണ്ടി കയറി വന്നു. അതിൽ നിന്ന് 6 അടിയിലധികം നീളവും 2.5 അടി വീതിയും 4.5 അടി പൊക്കവുമുള്ള ഒരു ഇരുമ്പ് പെട്ടി വീൽ സ്റ്റാൻഡിൽ മുറ്റത്തേക്ക് ഇറക്കി വെച്ചു. താനത് കണ്ടോ? സാലി ആ വലിയ ഇരുമ്പ് പെട്ടിയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു. പുന്നൂസ് അത് കണ്ടു. മൊബൈൽ ക്രിമിറ്റോറിയം. മൃതശരീരം വീട്ടുമുറ്റത്ത് വെച്ച് തന്നെ ദഹിപ്പിക്കാനുള്ള ഏറ്റവും സൗകര്യപ്രദമായ സംവിധാനം. അതേടോ, ശവം ദഹിപ്പിക്കാനുള്ള ചിതയാണത്. 6 അടി മണ്ണ് പോലും സ്വന്തമായി ഇല്ലാത്തവർക്കും ഉള്ള മണ്ണിൽ ചിത കൂട്ടാൻ സൗകര്യമില്ലാത്തവർക്കും വീട്ടുമുറ്റത്ത് വെച്ച് ശവം ദഹിപ്പിക്കാമിടോ. തനിക്ക് ഈ മണ്ണല്ലേ എഴുതി തന്നിട്ടുള്ളൂ.
ഈ മണ്ണ് കുഴിക്കാനല്ലേ തൻ്റെ അനുവാദം വേണ്ടു. ഭാനു ഈ പഞ്ചായത്തിലെ 15-ാം വാർഡ് കുടുംബശ്രീയിലെ 20 അംഗങ്ങളിൽ ഒരാളാണ്. അവളുടെ ശരീരം വെച്ച് തട്ടിക്കളിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഈ മണ്ണിന് മുകളിൽ വെച്ച് ഞങ്ങൾ അവളെ ദഹിപ്പിക്കും. തടയാമെങ്കിൽ തടയാൻ വാടോ, സാലി വെല്ലുവിളിച്ചു. തടയാൻ മുന്നോട്ട് ഒരടി വെച്ചാൽ ആ കാല ആദ്യം തല്ലിയൊടിക്കുന്നത് ഞാനായിരിക്കും. കുഞ്ഞപ്പൻ കുഴിവെട്ടാൻ ഉപയോഗിച്ച തൂമ്പ കയ്യിലെടുത്ത് ഓങ്ങിക്കൊണ്ട് ശ്യാമളയും വെല്ലുവിളിച്ചു. 2 സ്ത്രീകളാണ് എന്തും നേരിടാൻ തയ്യാറായി മുന്നിൽ നിൽക്കുന്നത്. അവർക്ക് പിന്നിലായി കണ്ണുകളിൽ തീ നിറച്ച് അംഗങ്ങൾ മുഴുവനും നിരന്നിരിക്കുന്നു. പുന്നൂസിൻ്റെ ഉയർന്നു നിന്ന പത്തി ചുരുങ്ങി. രമണൻ ചേട്ടാ വന്നേ, നമുക്ക് കാര്യങ്ങൾ നീക്കാം, സാലി പറഞ്ഞു. രമണന് ജീവനും അഭിമാനവും തിരിച്ചു കിട്ടിയതുപോലെ ഒരു ഉണർവുണ്ടായി. സ്ത്രീകൾ മൊബൈൽ ക്രമറ്റോറിയത്തിൻ്റെ അടുത്തേക്ക് നീങ്ങുമ്പോൾ അയാളും നീങ്ങി. എല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു അധീന. സാലിയുടെയും ശ്യാമളയുടെയും വീറും വാശിയും വെല്ലുവിളിയും മരവിപ്പിനിടയിലും അവൾ നോക്കിക്കണ്ടു. അമ്മയുടെ ശരീരം എങ്ങോട്ട് കൊണ്ടുപോകുമെന്നോർത്ത് പകയ്ക്കുകയായിരുന്നു അവളുടെ കുഞ്ഞു മനസ്സും. എത്ര പെട്ടെന്നാണ് സാലി ചേച്ചി ശ്യാമള ചേച്ചിയും തീരുമാനമെടുത്തത്. രംഗം തകിടം മറിച്ചത്. തങ്ങളെ രക്ഷിക്കാൻ വന്ന ദേവിമാരാണ് സാലി ചേച്ചിയും ശ്യാമള ചേച്ചിയും. ബ്ലേഡ് പുന്നൂസോ തങ്ങളെ ദ്രോഹിക്കാനും പച്ചയോടെ പിടിച്ചു വിഴുങ്ങാനും വന്ന രാക്ഷസൻ. ശബ്ദിക്കാതെ തിരിച്ചു നടക്കുന്ന അയാളെ അവൾ പകയോടെ നോക്കി. ഇങ്ങോട്ട്, തെക്കുവശത്തേക്ക് നീക്കിവെക്ക്. സോമൻ്റെ ശബ്ദം കേട്ട് അദീന തിരിഞ്ഞു നോക്കി. വീൽചെയറിൽ ആ ഇരുമ്പ് പെട്ടി തള്ളിക്കൊണ്ടു വരികയാണ് 4-5 പേർ. തൻ്റെ അമ്മയെ ഈ പെട്ടിക്കുള്ളിൽ വെച്ചാണ് ദഹിപ്പിക്കുക. അമ്മയുടെ ശരീരം പൊള്ളില്ലേ? അമ്മയ്ക്കപ്പോൾ വല്ലാതെ വേദനിക്കില്ലേ? അദീനയ്ക്ക് പിന്നെയും കരച്ചിൽ വന്നു. മോളെ, നീ ഇവിടെ നിൽക്കുകയാണോ? ആരോ വന്ന് അവളെ തൊട്ടു. അദീന തിരിഞ്ഞു നോക്കി. സാലി ചേച്ചിയാണ്. മോള് വന്നേ, മുറ്റത്ത് ബലികർമ്മങ്ങൾ തുടങ്ങി. അരിയും പൂവും ഇട്ട് അമ്മയുടെ ആത്മാവിൻ്റെ സദ്ഗതിക്കായി മോള് പ്രാർത്ഥിക്ക്. അദീന സങ്കടം അടക്കിയിട്ട് മൂളി. മുറ്റത്ത് ചെന്ന് അവൾ പുതച്ചു കിടക്കുന്ന അമ്മയുടെ ശരീരത്തിൽ അരിയും പൂവും ഇട്ടു. ആര്യയെയും ആമിയെയും അവൾക്കൊപ്പം നിർത്തി രേവതി അങ്ങനെ ചെയ്യിച്ചു. അമ്മേ, ആമി തേങ്ങി തേങ്ങി നിലവിളിക്കുന്നുണ്ടായിരുന്നു. ആര്യയും കരച്ചിൽ നിർത്തിയിട്ടില്ല. അധീന അമ്മയുടെ മുഖത്തേക്ക് നോക്കി. കണ്ണുകൾ ഒട്ടും തുറന്നിട്ടില്ല. കൺപീലികൾ ചേർന്നിരിക്കുന്നു, കെട്ടുപിണഞ്ഞതുപോലെ. അമ്മ ഉറങ്ങുകയാണ്. ഇനിയൊരിക്കലും അമ്മ ഉണരില്ല. ഇനിയൊരിക്കലും അമ്മ തിരിച്ചു വരികയുമില്ല. അമ്മേ, അദീന ഉറക്കെ വിളിച്ചു പൊട്ടിക്കരഞ്ഞു. ആ കരച്ചിലിനിടയിൽ അവൾ അറിഞ്ഞു, വെള്ള പുതച്ച ശരീരം അവിടെ നിന്ന് എടുത്തു മാറ്റപ്പെടുകയാണ്. തെക്കുവശത്തേക്ക് തുറന്നു വെച്ച വലിയ ഇരുമ്പ് പെട്ടിയുടെ പാതി ഭാഗം തൊണ്ടും ചിരട്ടയും ചകിരിയും അടുക്കി ഒരു മെത്ത പോലെയാക്കിയിരിക്കുന്നു. ആ മെത്തയിലേക്ക് അമ്മയുടെ ശരീരം കിടത്തുന്നു. എന്നിട്ട് അമ്മയുടെ ശരീരം മറിയുന്ന വിധത്തിൽ വീണ്ടും തൊണ്ടും ചകിരിയും പാകി നിറയ്ക്കുന്നു. സ്നേഹവും കരുണയും നിറഞ്ഞിരുന്ന അമ്മയുടെ മുഖം ചകിരികൾക്കിടയിൽ പൂർണ്ണമായും മറയുന്നത് നെഞ്ചിടിപ്പോടെ അദീന കണ്ടു. അതിനുമീതെ രാമച്ചം പാകി പെട്ടി ഭദ്രമായി പൂട്ടുന്നു. അമ്മയിപ്പോൾ പെട്ടിക്കുള്ളിൽ തൊണ്ടിൻ്റെയും ചിരട്ടയുടെയും ഇടയിൽ കിടന്ന് വീർപ്പി മുട്ടി പിടയുകയല്ലേ. ആ ഓർമ്മ നെഞ്ചു പൊള്ളിക്കുമ്പോൾ അവൾ കണ്ടു. ഇരുമ്പ് പെട്ടിയുടെ സൈഡിലിടദ്വാരത്തിലൂടെ തീ കൊളുത്തുന്നു. ഭാനു! നെഞ്ചു പിളർന്നുള്ള രമണൻ്റെ നിലവിളിയായിരുന്നു അത്. ഇത്രയും നാൾ ചേർത്ത് പിടിച്ച് തഴുകി ഓമനിച്ചിരുന്ന പാതി ശരീരം അതാ ഇരുമ്പ് പെട്ടിയിൽ കിടന്ന് വേവുന്നു. അയാളുടെ സകല നിയന്ത്രണങ്ങളും അറ്റുപോയ നിലവിളിയായിരുന്നു അത്. അച്ഛാ, തീ വെക്കണ്ടെന്ന് പറയച്ച, അമ്മയ്ക്ക് പൊള്ളു അച്ഛ, തീ കെടുത്താൻ പറയച്ച, രമണനെ കെട്ടിപ്പിടിച്ച് ആര്യ നിലവിളിയോടെ പറഞ്ഞു. മക്കളെ! അയാൾ അവളെ വാരിയെടുത്ത് ഉമ്മ വെച്ച് കരഞ്ഞു. അച്ഛൻ എന്നാ ചെയ്യാനാ മക്കളെ? എല്ലാം പോയടി, എല്ലാം പോയി. പൊന്നുമക്കളെ! ആമിയെ കെട്ടിപ്പിടിച്ച് പാച്ചിയമ്മയെ നിലവിളിക്കുകയാണ്. വീടിൻ്റെ ഉള്ളിലും മുറ്റത്തും തെക്കുവശത്തുമായി പടരുന്ന നിലവിളികൾക്കിടയിൽ ഒരു സ്തംഭം പോലെ അധീന നിന്നു. ഇരുമ്പ് പെട്ടിക്കുള്ളിലെ തൊണ്ടും ചിരട്ടയും കത്തുന്നതും ശരീരം വെന്തുപിടയുന്നതും അവളുടേതാണ്. അസഹ്യമായി പൊള്ളുകയാണ് തൻ്റെ ശരീരമെന്ന് അവൾക്ക് തോന്നി. ഒരു കരച്ചിൽ നെഞ്ചിൻ്റെ ആഴത്തിൽ നിന്ന് പൊട്ടിയുയർന്നത് തൊണ്ട വരെ എത്തി പുറത്തേക്ക് വരാതെ അമർന്നുപോയി. പിന്നെ കരച്ചിൽ വരാതെ കരയാതെ അവൾ നിന്നു. നോട്ടം ഇരുമ്പ് പെട്ടിയിലേക്ക് മാത്രം. പെട്ടിയുടെ അടപ്പിലെ പുകക്കുഴൽ പോലെയുള്ള ദ്വാരത്തിലൂടെ ചൂടും പുകയും പുറത്തേക്ക് വരുന്നു. അമ്മയുടെ ശ്വാസനിശ്വാസം പോലെ. മരിക്കുമ്പോൾ മനുഷ്യന് 6 അടി മണ്ണിനെങ്കിലും അവകാശമുണ്ടെന്ന് ഇതുവരെ വിചാരിച്ചിരുന്നു. ഇത്തരം പെട്ടികളുള്ള സ്ഥിതിക്ക് ഇനി അതും പ്രതീക്ഷിക്കേണ്ട. ചിതയിലേക്ക് നോക്കി നിന്ന് പഞ്ചായത്ത് മെമ്പർ ദാസപ്പൻ പറഞ്ഞു. എല്ലാവരും അത് കേട്ടു. ആരും മറുപടി പറഞ്ഞില്ല. പരമസത്യമാണത്.
ആളുകൾ യാത്ര പറഞ്ഞും പറയാതെയും പിരിഞ്ഞു തുടങ്ങി. അദീന, ഡോളി മിസ് അവളുടെ മുടിയിൽ തഴുകി. അമ്മയുടേതുപോലെ അലിവും കരുണയുമുള്ള മുഖമാണ് ഡോളി മിസ്സിനുമെന്ന് അദീനയ്ക്ക് തോന്നി. സങ്കടമൊക്കെ മാറിയിട്ട് നീയും അനിയത്തിമാരും സ്കൂളിലേക്ക് വന്നാൽ മതി കേട്ടോ, ഡോളി മിസ് പറഞ്ഞു. അവർ യാത്ര പറഞ്ഞു നീങ്ങി. സങ്കടം മാറിയിട്ട് സ്കൂളിൽ ചെന്നാൽ മതിയെന്ന്. ഈ സങ്കടം എന്ന് തീരും അദീനയ്ക്കറിയില്ല. സന്ധ്യയാകും മുമ്പേ ഏതാണ്ട് എല്ലാവരും പിരിഞ്ഞു. ഭാനുവിൻ്റെ സഹോദരൻ ശ്രീധരൻ ഉൾപ്പെടെ. രേവതിയും സോമനും മാത്രം പോയില്ല. സാലിയും കൂട്ടരും കുറെ കഞ്ഞിയും ചമ്മന്തിയുമായിട്ടെത്തി. നിർബന്ധിച്ച് ഓരോരുത്തരെയും കഴിപ്പിച്ചു. വിളമ്പാൻ രേവതിയും കൂടി. അദീന ഉൾപ്പെടെ കുഞ്ഞുങ്ങളും ഇത്തിരി കഴിച്ചു. രമണനു പക്ഷേ തൊണ്ടയിൽ നിന്ന് ഇറ്റ് വെള്ളം പോലും ഇറങ്ങിയില്ല. ഭാനു പോയി, തൻ്റെ ഭാര്യ. ഇപ്പോഴും അത് വിശ്വസിക്കാൻ അയാൾക്ക് കഴിയുന്നില്ല. പിറ്റേന്ന് ഉച്ചയായപ്പോൾ സോമനും രേവതിയും അവരുടെ കുട്ടികളും പോകാൻ റെഡിയായി വന്നു. ഉമ്മറത്തെ കൽത്തൂണിൽ കൊത്തിവെച്ച ബിംബം പോലെ ചാരിയിരിക്കുകയായിരുന്നു രമണൻ. ഞങ്ങൾ പോകുവാണ് ഏട്ടാ, രേവതി പറഞ്ഞു. കുട്ടികൾക്ക് ക്ലാസ് ഉള്ളതല്ലേ, അതുകൊണ്ട് പോയല്ലേ പറ്റൂ. പോകാനോ നിൽക്കാനോ രമണൻ പറഞ്ഞില്ല. രമണേട്ടാ, സോമൻ മെല്ലെ വിളിച്ചു. ആ ബ്ലേഡുകാരൻ പുന്നൂസ്, അയാൾ നാളെയോ മറ്റന്നാളോ വരും. ഇനി വരുമ്പോൾ ഇവിടുന്ന് മാറിക്കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അയാൾ പോയത്. രമണൻ ശക്തമായി നടുങ്ങി. ഭാനുചേച്ചി മരിച്ചു കിടന്നപ്പോൾ പോലും മനുഷ്യത്വമില്ലാതെ ബഹളം വെച്ച അയാൾ ഇനി വരുമ്പോൾ എന്തൊക്കെ പുകിലാണ് ഉണ്ടാക്കുന്നതെന്ന് ആർക്കറിയാം. അദീനയും പാച്ചിയമ്മയും കേട്ടു അത്. എൻ്റെ ദൈവങ്ങളെ, വെറിയലോടെ നെഞ്ചിൽ കൈവച്ച പാച്ചിയമ്മ ദൈവങ്ങളോട് ചോദിച്ചു, ഈ പെൺകുച്ചങ്ങളെയും കൂട്ടി എങ്ങോട്ട് ഇറങ്ങിപ്പോകാനാ, അതും ഈ സ്ഥിതിയിൽ? ഇച്ചേച്ചി, അമ്മയെക്കുറിച്ചോർത്ത് നിറമിഴികളുമായി ബെഡിൻ്റെ ഓരത്തിരുന്ന അദീനയുടെ അടുത്തേക്ക് ആമി ഓടിയെത്തി. കൂടെ ആര്യയും. ഇവള് പറയുവായി ചേച്ചി, നമ്മുടെ അമ്മ ഇനി വരത്തില്ലെന്ന്, എന്നെ പൊന്നുംകട്ടയെന്ന് വിളിക്കുകയല്ലെന്ന് ആര്യയെ ചൂണ്ടിക്കൊണ്ട് ആമി പറഞ്ഞു. ആമിക്ക് അദീന മാത്രമാണ് ചേച്ചി. ആര്യ അവളുടെ സമപ്രായക്കാരിയാണെന്ന് മട്ടാണ്, അതുകൊണ്ട് പേര് മാത്രമേ വിളിക്കൂ. ഇവള് നുണയല്ലേ ഈ ചേച്ചി പറഞ്ഞത്? ആമി വീണ്ടും ചോദിച്ചു. ആ, കുഞ്ഞനീത്തിയുടെ കുഞ്ഞു മനസ്സ് നോവാതിരിക്കാൻ അദീന വെറുതെ മൂടി. അയ്യേ കൂയ്, നീ ചമ്മിപ്പോയേ, ആമി ആര്യയെ കളിയാക്കി. ഇതൊക്കെ കണ്ടു വാതിൽക്കൽ നിൽക്കുകയായിരുന്നു പാച്ചിയമ്മ. 3 കുഞ്ഞുങ്ങളുടെയും വാക്കുകളും സങ്കടവും അവരെ കരയിച്ചു. കണ്ണു തുടച്ചുകൊണ്ട് അവർ വരാന്തയിലേക്ക് ഇറങ്ങി. രാവിലെ മുതൽ അവിടെ തറയിൽ ഒരേ കിടപ്പാണ് മകൻ. രമണ, പാച്ചിയമ്മ മകൻ്റെ അടുത്തേക്ക് ചെന്നു. ഇങ്ങനെ തറയിൽ കിടക്കാതെ മോനെ, എഴുന്നേറ്റ് അകത്തേക്ക് കയറി കിടന്നേ. അകത്തേക്ക്. രമണൻ്റെ മുഖം വിങ്ങി. അവിടെ അവളില്ലല്ലോ അമ്മേ, എൻ്റെ ഭാനു. പിന്നെ ഞാൻ എങ്ങനെ അകത്തേക്ക് കയറും? പാച്ചിയമ്മ വല്ലാതായി. അയാൾ അകത്തേക്കുള്ള വാതിൽക്കലേക്ക് വിരൽ ചൂണ്ടി. ഇന്നലെ ഞാൻ പോകുമ്പോൾ ആ വാതിൽപ്പടിയിൽ പിടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നമ്മേ അവള്, എന്നെ തന്നെ നോക്കിക്കൊണ്ട് ഒറ്റയ്ക്ക്. രമണൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂകി. അതേ പടിയിലേക്ക് തലയടിച്ച് വീണ് അവൾ പോയി. ഉള്ള ചോര ഈ തറയിൽ തന്നെ ഒഴുക്കിയിട്ട്. പാച്ചിയമ്മയ്ക്കും സങ്കടം വന്നു. ഞാൻ ഇന്നലെ അവളോട് വാശിയെടുത്ത് പോയതാ എല്ലാത്തിനും കാരണം. ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ വീണ അന്നേരെ അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കുമായിരുന്നു. എങ്കിൽ അവൾ രക്ഷപ്പെട്ടേനെ അല്ലേ മോനെ? അവർ തുടർന്നു. ഇത്രയും വലിയ കടം കയറ്റി നീ അവളെ ചികിത്സിച്ചത് അവളെ രക്ഷപ്പെടുത്താനല്ലേ? പക്ഷേ എൻ്റെ ഒറ്റ ദിവസത്തെ വാശി കൊണ്ട് അവളുടെ ജീവൻ പോയി. പാച്ചിയമ്മ പദം പറഞ്ഞ് കരഞ്ഞു. അവളുടെ സമയമെടുത്തു, അങ്ങനെ കരുതിയാൽ മതി. അതും പറഞ്ഞ് സ്വയം പഴിയേറ്റ് അമ്മയിന് സങ്കടപ്പെടേണ്ട. വിഷമത്തിനിടയിലും രമണൻ അവരെ ആശ്വസിപ്പിച്ചു. കടം കയറി ഈ വീട് പോലും ഇപ്പോൾ കണ്ടവൻ്റെ കയ്യിലായി, എന്നിട്ടും അവളെ കിട്ടിയില്ലല്ലോടാ. രമണൻ മുഖം കുനിച്ചിരുന്നു. മകൻ്റെ ഇരിപ്പും സങ്കടവും കണ്ട് പാച്ചിയമ്മയുടെ മാതൃഹൃദയം നൊന്തു. രമണ, കരുണയോടെ അവർ മകൻ്റെ മുടിയിഴകളിലൂടെ വിരലുകൾ ഓടിച്ചു. അയാൾ അനങ്ങിയില്ല. മോനെ, ഉച്ചയ്ക്ക് പോകാൻ നേരം സോമനും രേവതിയും പറഞ്ഞത് നീ മറന്നോടാ? രമണൻ മുഖമുയർത്തി അമ്മയെ നോക്കി. ആ ബ്ലേഡുകാരൻ പുന്നൂസ് നാളെ വരുമെന്ന്, നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞെന്ന്. നിസ്സഹായതയോടെ രമണൻ അമ്മയോട് ചോദിച്ചു. ഞാനിപ്പോൾ എന്താ അമ്മേ ചെയ്യുക? ഒരു വഴി മുന്നിലില്ല, ഇറങ്ങിപ്പോയേ പറ്റൂ. അവർക്ക് പിന്നിലേക്ക് വന്നു നിന്ന അദീന അത് കേട്ടു. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന്. അമ്മ പോയതോടൊപ്പം എല്ലാം പോകുവാണോ? അദീന മെല്ലെ മുറ്റത്തേക്ക് ഇറങ്ങി. തെക്കേ മുറ്റത്ത് ആ വലിയ ഇരുമ്പ് പെട്ടി അതേപടി ഇരിക്കുന്നു. അടുത്ത് ചെന്നപ്പോൾ അദീനയുടെ ദേഹത്തേക്ക് ചൂടടിച്ചു. ഇന്നലെ ഈ സമയത്ത് അതിനുള്ളിൽ അമ്മയെ കിടത്തി തീ കൊളുത്തിയതാണ്. തീ അണഞ്ഞിട്ടുണ്ടാവുമെങ്കിലും ചൂട് പോയിട്ടില്ല. സഞ്ചയനത്തിൻ്റെ ദിവസമേ ഇനി പെട്ടി തുറക്കൂ. സാലി ആൻറ്റി പോകുന്നതിന് മുമ്പ് പറഞ്ഞത് അവൾ ഓർത്തു.
അപ്പോഴേക്കും വെറും ചാരം മാത്രമായിരിക്കും അതിലുണ്ടാവുക. ചാരം തട്ടിക്കുടഞ്ഞ് ഇവിടെ വെക്കും. എന്നിട്ട് പെട്ടിയുമായി സാലി ആൻറ്റിയുടെ ഭർത്താവ് പോകും. ഈ ചേച്ചി, അദീനയുടെ അരികിലേക്ക് ആര്യ ഓടിച്ചെന്നു. നമുക്കിതൊന്ന് തുറന്നു നോക്കാം ചേച്ചി. വേണ്ട മോളെ, വേണം. എനിക്ക് അമ്മയെ ഒന്ന് കാണാനായി ചേച്ചി. ആര്യ വിങ്ങിപ്പൊട്ടി. എനിക്കും അമ്മയെ കാണണം. ആമിയും ഓടിയെത്തി. നമുക്കൊന്ന് കണ്ടിട്ട് പെട്ടെന്ന് അടച്ചേക്കായി ചേച്ചി, ആമി പോംവഴി നിർദ്ദേശിച്ചു. നമുക്കത് തുറക്കാൻ പറ്റില്ല പൊന്നുകുട്ടി, അദീന മെല്ലെ പറഞ്ഞു. തുറക്കണം, എനിക്ക് അമ്മയെ കാണണം. ആമി ശാഠ്യം പിടിച്ച് കരയാൻ തുടങ്ങി. നമുക്ക് തൊടാൻ പറ്റില്ല മോളൂ, അത് ചുട്ടുപഴുത്തിരിക്കുകയാണ്. അവൾ പെട്ടിക്കരിയിലേക്ക് കൈ നീട്ടി ചൂട് ഭാവിച്ച് കൈത്തലം പിൻവലിച്ചു കാട്ടി. ആര്യയ്ക്കും ആമയ്ക്കും വിശ്വാസം വന്നില്ല. ഇരുവരും ആ ഇരുമ്പ് പെട്ടിക്ക് നേരെ കുഞ്ഞു കരങ്ങൾ നീട്ടി തൊടു മുമ്പ് അവർക്കും കയ്യിൽ ചൂട് അനുഭവപ്പെട്ടു. പൊള്ളിയ മട്ടിൽ ഇരുവരും കൈകൾ പിൻവലിച്ചു. ചൂട് പോയിട്ട് നമുക്ക് അമ്മയെ കാണാം, ആര്യ പറഞ്ഞു. ആമി അത് സമ്മതിച്ചു. അവരിരുവരും സങ്കടത്തോടെ വീടിനുള്ളിലേക്ക് പോയിട്ടും അദീന അതേപടി നിന്നു. രമണ. അപ്പോഴാണ് മുറ്റത്തൊരു വിളി കേട്ടത്. അദീന തിരിഞ്ഞു നോക്കി. പുരുഷന്മാരാണ്. 4-5 പേരുണ്ട്. വന്നത് രമണനൊപ്പം ജോലി ചെയ്യുന്ന ഡ്രൈവർ ജോണിയും കണ്ടക്ടർ വിജയനുമാണ്. കൂടെ യൂണിയൻ സെക്രട്ടറി കുര്യച്ചനുമുണ്ട്. വരൂ, ഇരിക്കൂ, പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞിട്ട് രമണനും പാച്ചിയമ്മയും അവരെ സ്വീകരിച്ചിരുത്തി. രമണൻ്റെ നഷ്ടത്തിലും വേദനയിലും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പങ്കുചേരുകയായിരുന്നു വന്നവർ. കുര്യച്ചൻ കയ്യിലിരുന്ന ഒരു പൊതി രമണൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. എന്താണിത്? കുറച്ച് പണമാ രമണ, കുര്യച്ചൻ പറഞ്ഞു. ഇന്നലെ ശവസംസ്കാര സമയത്ത് ആ ബ്ലേഡ് പൊന്നൂസ് ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ ഞങ്ങളും കണ്ടതല്ലേ. അയാൾ മനുഷ്യപ്പറ്റില്ലാത്ത തനി ബ്ലേഡാ, വെറും മൃഗം, ജോണി പറഞ്ഞു. രമണൻ്റെ സമപ്രായക്കാരനാണ് ജോണി. എൻ്റെ മോൻ കള്ളു കുടിച്ചിട്ടോ കണ്ടമാനം കളഞ്ഞിട്ടോ ഉണ്ടായ കടമല്ല മോനെ, പാച്ചമ്മ പറഞ്ഞു. അത് ഞങ്ങൾക്കറിയാം അമ്മേ, വിജയൻ പറഞ്ഞു. സ്വന്തം ഭാര്യയ്ക്ക് ഇത്തരം രോഗം വന്നാൽ ഞാനായാലും കിട്ടുന്നിടത്തു നിന്നൊക്കെ കൈനീട്ടിപ്പോകും. എന്നിട്ടും ഞങ്ങൾക്ക് അവളെ ദൈവം തന്നില്ലല്ലോ കുഞ്ഞെ, പാച്ചിയമ്മ കണ്ണുനീരൊഴുക്കി. ആയുസെത്തുമ്പോൾ നമ്മളെല്ലാം പോകേണ്ടതാ പാച്ചിയമ്മേ, കുര്യച്ചൻ പറഞ്ഞു. അയാൾ രമണനെ നോക്കി തുടർന്നു. ഈ പൊതിക്കുള്ളിൽ 1,00,000 രൂപയുണ്ട്. 1,00,000 രൂപയോ? രമണൻ അമ്പരന്നു. നമ്മുടെ യൂണിയനിലെ മെമ്പേഴ്സ് എല്ലാം കൂടി പ്രത്യേക താല്പര്യത്തിൽ പിരിച്ചെടുത്തതായി തുക. രമണനിത് ബ്ലേഡ് പുന്നൂസിന് കൊടുക്ക്. പലിശ ഇനത്തിൽ അത്രയെങ്കിലും കുറവുണ്ടാകട്ടെ. ഈശ്വര, ഞാനിതിന് എങ്ങനെ നന്ദി പറയും ചേട്ടാ? നന്ദിയൊന്നും താൻ പറയണ്ടടോ. കുര്യച്ചൻ രമണൻ്റെ തോളിൽ മെല്ലെ തട്ടി സാന്ത്വനം പോലെ. ആരും പ്രഗത്ഭരല്ല, പണക്കാരുമല്ല, എല്ലാവരും അധ്വാനിച്ച് ജീവിക്കുന്നവരാ. തൻ്റെ ഈ അവസ്ഥ നാളെ ആർക്കാ ഉണ്ടാകാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. എൻ്റെ ഈ അവസ്ഥ ഇനി ഒരാൾക്കും ഉണ്ടാകരുതെന്ന എൻ്റെ ആഗ്രഹം, രമണൻ പറഞ്ഞു. അപ്പോഴാണ് പടിക്കൽ ഒരു ഇന്നോവ കാർ വന്നു നിന്നത്. തെക്കുവശത്ത് നിന്നിരുന്ന അദീന അമ്പരപ്പോടെ കണ്ടു. അതിൽ നിന്ന് പ്രിൻസിപ്പൽ ഐസക് തോമസും ഡോളി മിസ്സും ഇറങ്ങുന്നു. അദീന അവരുടെ അടുത്തേക്ക് മെല്ലെ ചെന്നു. സങ്കടമൊക്കെ പോയോ അദീന? ഡോളി മിസ് അവളെ തലോടിക്കൊണ്ട് സ്നേഹാതിരേകത്തോട് ചോദിച്ചു. അവൾ തലയാട്ടി. സങ്കടം പോയെന്നോ ഇല്ലെന്നോ അർത്ഥം വരത്തക്ക വിധത്തിൽ. ഐസക് തോമസ് രമണൻ്റെ അടുത്തേക്ക് നീങ്ങി. അവിടെ നിന്നിരുന്ന മറ്റുള്ളവരെ പരിചയപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു. അദീന മോൾ ഞങ്ങളുടെ സ്കൂളിലെ ബ്രില്യൻ്റ് സ്റ്റുഡൻ്റാണ്. സ്കൂളിൻ്റെ പ്രതീക്ഷയാണവൾ. അദീനയെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചിട്ട് ഐസക് തോമസ് തുടർന്നു. ഇന്നലെ ഇവിടെ നടന്ന പ്രശ്നങ്ങളൊക്കെ ഞങ്ങളും കണ്ടതാണല്ലോ. അദീനയും ആര്യയും ആമിയും ഞങ്ങളുടെ കുട്ടികളാണ്. ഈ അവസരത്തിൽ അവരുടെ അച്ഛനെ സഹായിക്കേണ്ടത് ഞങ്ങളുടെ കൂടി കടമയാണ്. ആമുഖം പോലെ പറഞ്ഞിട്ട് ഐസക് തോമസ് കയ്യിൽ കൊണ്ടുവന്ന കവർ രമണൻ്റെ കയ്യിൽ കൊടുത്തു. ഇതിൽ 1,10,000 രൂപയുണ്ട്. സ്കൂളിലെ സ്റ്റുഡൻസ് അവരുടെ വീട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന് പൂർണ്ണ മനസ്സോടെ തന്നതാണ്. കൂടെ ഞങ്ങളുടെ അധ്യാപകരുടെ വിഹിതവും എല്ലാം കൂടി ചേർന്നപ്പോൾ പലതുള്ളി പെരുവെള്ളമായി. ഐസക് തോമസ് ആഹ്ലാദം മറച്ചു വെക്കാതെ പറഞ്ഞു. നിങ്ങളൊക്കെ എനിക്കിപ്പോൾ ഈശ്വരതുല്യരാണ് സാർ. രമണൻ കൈകൂപ്പി. ഏതായാലും 2,00,000 മേൽ രൂപയായില്ലേ, കുര്യച്ചൻ പറഞ്ഞു. എത്രയും വേഗം താൻ ഈ പണം ആ ബ്ലേഡ് പുന്നൂസിന് കൊടുക്ക്. ബാക്കി പണത്തിന് ഒരു സാവകാശം മേടിക്ക്. തൽക്കാലം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാതെ കഴിക്കാമല്ലോ. ശരിയാണ് രമണ, ജോണിയും വിജയനും പറഞ്ഞു. ഞങ്ങളും നിൻ്റെ കൂടെ വരാം. ഞങ്ങളും അയാളോട് സംസാരിക്കാം. ചെല്ലുമോനെ, പാച്ചിയമ്മയും പറഞ്ഞു. എല്ലാവരും കൂടി പറയുമ്പോൾ അയാൾ സമ്മതിച്ചേക്കും. അത് ശരിയാണെന്ന് രമണനും തോന്നി. അയാൾ എഴുന്നേറ്റ് അവർക്കൊപ്പം നീങ്ങി. അദീനയെയും ആര്യയെയും ആമിയെയും തലോടുകയും സാന്ത്വനിപ്പിക്കുകയും ചെയ്തിട്ടാണ് ഡോളി മിസ്സും ഐസക് തോമസ് സാറും പോയത്. 2,00,000 രൂപ വെച്ച് നീട്ടി രമണൻ്റെ കാര്യം പറയാൻ ശ്രമിച്ചിട്ട് ബ്ലേഡ് പുന്നൂസ് തരുമ്പ് സമ്മതിക്കാൻ കൂട്ടാക്കിയില്ല.
എൻ്റെ പണം വാങ്ങി ആ കാര്യം കണ്ടിട്ട് ആൾക്കാരുടെ മുന്നിൽ വെച്ച് താൻ ഷോ ഇറക്കി എന്നെ ചീത്ത വിളിക്കുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. അത് ഞാൻ ക്ഷമിക്കില്ല, അയാൾ വാശിയോടെ പറഞ്ഞു. കുര്യച്ചനും ജോണിയും വിജയനും രമണന് വേണ്ടി സംസാരിച്ചു. പണം വാങ്ങിയത് എന്തിനാണെന്നറിയാലോ. അതിൻ്റെ പലിശ പോലും തിരിച്ചടയ്ക്കാതിരുന്നതും മനഃപൂർവ്വമല്ല. ഭാനുവിൻ്റെ ചികിത്സാ ചെലവ് അത്രയ്ക്ക് ഭാരിച്ചതായിരുന്നു. അതൊന്നും എനിക്കറിയണ്ട, പുന്നൂസ് പറഞ്ഞു. അതൊക്കെ അറിയണം പുന്നൂസ്, നമ്മളെല്ലാം മനുഷ്യരല്ലേ, കുര്യച്ചൻ പറഞ്ഞു. താൻ ഒരു 6 മാസം കൂടി ഈ രമണന് അവധി കൊടുക്ക്. പലിശയുടെ ബാക്കി മുതൽ ഇവൻ തരും, അതുപോരെ? അത് രമണൻ തരുമടോ, ഞാനല്ലേ പറയുന്നത്, കുര്യച്ചൻ തറപ്പിച്ചു പറഞ്ഞു. ബ്ലേഡ് പുന്നൂസ് ഒന്ന് ആലോചിച്ചു. ശരി, കുര്യച്ചൻ ഏറ്റെങ്കിൽ സമ്മതം, അയാൾ പറഞ്ഞു. പക്ഷേ 6 മാസം മാത്രം, ബാക്കി 180 ദിവസം. അത് കഴിഞ്ഞാൽ പിന്നെ ഒരാളും ഇടനിലയിലേക്ക് വന്നേക്കരുത്. വീട് ഞാൻ കയ്യേറും. ഉറച്ച വാക്കുകളായിരുന്നു അത്. അതിൽ ഭീഷണിയും ഉണ്ടായിരുന്നു. ശരി, സമ്മതം. രമണന് വേണ്ടി കുര്യച്ചൻ വാക്കുകൊടുത്തു. ബ്ലേഡ് പുന്നൂസ് ഒന്നിരുത്തി മൂടി. തിരിച്ചിറങ്ങുമ്പോൾ രമണൻ പറഞ്ഞു, 15 സെൻറ്റ് സ്ഥലമുണ്ട്. പഴയതാണെങ്കിലും ഞാൻ പുതുക്കി പണിത് ഭംഗിയാക്കി ഒരു വീടും. ഞാൻ അവൻ്റെ കട്ടത്തിൽ തലവെച്ച് കൊടുത്തു പോയില്ലേ. കഴുകൻ കണ്ണാണവന്. വീടും സ്ഥലവും പിടിച്ചെടുത്തു മറിച്ച് വിറ്റാൽ ഇരട്ടിയാണ് അവന് ലാഭം. വീടും സ്ഥലവും അവൻ പിടിച്ചെടുക്കാതെ രമണൻ നോക്കണം. വാക്കു പറഞ്ഞ 6 മാസത്തിനുള്ളിൽ എന്തെങ്കിലും മറിച്ചും തിരിച്ചും അവൻ്റെ പണം കൊടുത്തു തീർക്കുക. അതോടെ പ്രശ്നം തീരുമല്ലോ, ജോണിയും വിജയനും പറഞ്ഞു. അതെ, ആ പ്രശ്നം തീർക്കണം, എങ്ങനെയും തീർത്തേ പറ്റൂ, രമണൻ സമ്മതിച്ചു. കൂട്ടുകാരോട് യാത്ര പറഞ്ഞു പോരുമ്പോൾ രമണൻ ഒരിക്കൽ കൂടി പറഞ്ഞു, അയാളുമായുള്ള ഇടപാട് തീർത്തേ പറ്റൂ. ഭാനുവിൻ്റെ സഞ്ചയന ദിവസമായി. എല്ലാവരും തെക്ക് വശത്തേക്ക് ചെന്നു. സഞ്ചയന കർമ്മങ്ങൾക്കായി ഒരു കർമ്മിയും എത്തി. അദീന ആ ഇരുമ്പ് പെട്ടിക്കരികിൽ തന്നെ നിന്നു. ആ പെട്ടിക്ക് അപ്പോൾ ചൂടുണ്ടായിരുന്നില്ല. പെട്ടിയുടെ ഉടമ വർഗീസും ജോലിക്കാരും എത്തിയിരുന്നു. അവർ അടപ്പിൻ്റെ പൂട്ട് തുറന്ന് മൂടി ഉയർത്തി. പെട്ടിക്ക് ഉയരമുള്ളതുകൊണ്ട് എത്തി നോക്കിയിട്ടും അദീനയ്ക്ക് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അവളുടെ ഹൃദയമെടുപ്പ് ഇരട്ടിച്ചു. എന്നെ ഒന്ന് എടുക്കച്ചാ, രമണൻ്റെ നേർക്ക് കൈകൾ നീട്ടിക്കൊണ്ട് ആമി പറഞ്ഞു. എനിക്ക് അമ്മയെ കാണാനാച്ചാ. പൊട്ടിക്കറിയാൻ വെമ്പി നിൽക്കുന്ന രമണൻ ഇളയ കുഞ്ഞിനെ എടുത്തുയർത്തി. ആമി ആർത്തിയോടെ പെട്ടിക്കുള്ളിലേക്ക് നോക്കി. അമ്മയെ കാണുന്നില്ലച്ചാ. ഇതിനകത്ത് ആമി ഉറക്കെ നിലവിളിച്ചു. അമ്മ എന്തിയേ? അമ്മ ഇനി കാണില്ല മോളെ. തറയിൽ വിരിച്ച ഒരു ക്യാൻവാസ് ഷീറ്റിലേക്ക് പെട്ടിയിൽ നിന്ന് ചാമ്പൽ കുടഞ്ഞു വീഴ്ത്തിക്കൊണ്ട് വർഗീസും കൂട്ടരും പറഞ്ഞു. അമ്മ ദേ ചാരമായി, അമ്മ ചാരമായെന്ന് ഒരു തീക്കട്ട നെഞ്ചിലേക്ക് അമർത്തി വെച്ച പോലെ അദീനയ്ക്ക് തോന്നി. ആരെയും കണ്ടു ആ ചാരം. അവൾ അദീനയുടെ ചുമലിൽ ഈർക്കി പിടിച്ചിരിക്കുകയാണ്. പേടി കിട്ടിയ പോലെ. പാച്ചിയമ്മയും കണ്ണുനീർ തുടച്ചു. ചാമ്പൽ ചികഞ്ഞ് അതിൽ നിന്ന് കത്തിത്തീരാത്ത കുറച്ച് എല്ലിൻ കഷ്ണങ്ങൾ കർമ്മി ബലികർമ്മങ്ങൾക്ക് വേണ്ടി പെറുക്കിയെടുത്തു. ബാക്കി ചാമ്പൽ ഏതെങ്കിലും പുഴയിലേക്ക് കൊണ്ടുപോയി ഒഴുക്കിയേക്കൂ. ഗംഗാനദിയിലേക്കാണെന്ന് സങ്കല്പിച്ചിട്ട് കർമ്മി പറഞ്ഞു. പരേതയുടെ ആത്മാവിന് മോക്ഷം കിട്ടട്ടെ. കർമ്മി പറഞ്ഞതുപോലെ ആ ചാമ്പൽ മുഴുവൻ അടുത്തുള്ള നദിയിൽ കൊണ്ടുപോയി രമണൻ ഒഴുക്കിവിട്ടു. ഭാനുവിൻ്റെ ശരീരം കൂടി കലർന്ന ചാരം അതും കൂടി പോയതോടെ തീർന്നു. ഇനി ശേഷിപ്പായി ഒന്നുമില്ല, ഒന്നും. അയാൾ വരുമ്പോൾ പാച്ചിയമ്മയും കുട്ടികളും വരാന്തയിലുണ്ടായിരുന്നു. തറയിലിരിക്കുന്ന അദീനയുടെ മടിയിൽ തലചാച്ച് ഇരുവശങ്ങളുമായി ആര്യയും ആമയും കിടന്നുറങ്ങുകയാണ്. അദീന ഇരുത്തം വന്ന ഒരു മുതിർന്ന പെണ്ണിനെ പോലെ അവളുടെ കൈത്തല ഇടയ്ക്കിടെ ഒരു താരാട്ടിൻ്റെ താളമായി അനിയത്തിമാരെ തഴുകുന്നു. അമ്മേ, രമണനും വരാന്തയിലേക്ക് ചടഞ്ഞിരുന്നു. നാളെ മുതൽ ഞാൻ ജോലിക്ക് പോയി തുടങ്ങുക. ക്ഷീണവും സങ്കടവും മാറിയോടാ. പാച്ചിയമ്മ അനുതാപത്തോടെ മകൻ്റെ കരുവാളിച്ച മുഖത്തേക്ക് നോക്കി. 6 മാസമാണ് ആ ബ്ലേഡ് പുന്നൂസ് തന്ന കാലാവധി. പലിശയെങ്കിലും സമയാസമയം കൊടുക്കണമെങ്കിൽ ഞാൻ പോയേ പറ്റൂ. പാച്ചിയമ്മ പറഞ്ഞു. അത് ശരിയാ അച്ഛാ. അദീന മെല്ലെ വിളിച്ചു. എന്താ മോളെ? രമണൻ മൂത്ത മകളുടെ സങ്കടം നിറഞ്ഞ മുഖത്തേക്ക് നോക്കി. നാളെ മുതൽ ഞങ്ങൾ സ്കൂളിൽ പൊയ്ക്കോട്ടെ? സ്കൂളിലോ? രമണൻ മകളെ മിഴിച്ചു നോക്കി. നിങ്ങളെ സമയത്ത് ആരും ഒരുക്കി വിടും മോളെ? എത്ര വയ്യായിക ഉണ്ടായിരുന്നപ്പോഴും മക്കളെ സമയത്ത് ഒരുക്കി വിടുന്നത് ഭാനു തന്നെയായിരുന്നെന്ന് രമണൻ അറിയാം. അതാണ് അയാൾ പറഞ്ഞത്. കഴിക്കാനുള്ളതും പൊതിച്ചോറുമൊക്കെ വയ്യെങ്കിലും ഞാനുണ്ടാക്കി കൊടുക്കാമടാ, പാച്ചിയമ്മ പറഞ്ഞു. പക്ഷേ ഇവരോട് യുദ്ധം ചെയ്ത് സമയത്തൊരുക്കാൻ എനിക്ക് ത്രാണി പോരാ. ഞാൻ തനിയെ ഒരുങ്ങിക്കോളാം മുത്തശ്ശി, അദീന പറഞ്ഞു. നിന്റെ കാര്യമല്ല മോളെ ഞാൻ പറഞ്ഞത്, ഈ കാന്താരികളുടെ കാര്യമാ.
പാച്ചിയമ്മ ഉറങ്ങിക്കിടക്കുന്ന ആര്യയെയും ആമിയെയും ചൂണ്ടിപ്പറഞ്ഞു. സാരമില്ല മുത്തശ്ശി, അവരെ ഞാൻ ഒരുക്കിക്കോളാം. ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കും, അദീന ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. നാളെ വീണ്ടും തുടരും.